ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സന ഫൈസി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ട്രിപ്പ് പോവാണ്. വാഗമണിലോട്ടാട്ടോ പോകുന്നത്. പൈസ ഒന്നുമില്ല, പക്ഷേ ഇഷാൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നേ. ഞങ്ങൾ പോകുന്നത് മൂത്തുമ്മാൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നായിരുന്നേ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയിട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ നിർത്തിയെടുത്ത് കുറേ വണ്ടികളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളവരും അവിടെ തന്നെ ആട്ടോ ടൂർ പോയത്, വേറെ അയൽക്കൂട്ടക്കാർ. ഞങ്ങൾ അവരെയും കണ്ടു. പിന്നെ ഞങ്ങൾ കഴിക്കാൻ കൊണ്ടുപോയത് ബ്രെഡും ജാമും ആയിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. കുറേ കുന്നുകളും മലകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുതായിട്ട് പൊടിമഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ബ്ലോക്കൊക്കെ കുറഞ്ഞപ്പോൾ പിന്നെയും തിരിച്ച് വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ച് പൈസുവിൻ്റെ കൂട്ടുകാരനായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എനിക്ക് ലേസൊക്കെ തന്നു. പിന്നെ അതൊക്കെ തിന്നിരുന്നു. പിന്നെ ഞങ്ങൾ മൊട്ടക്കുന്നിലോട്ടാട്ടോ പോയത്. അവിടെയും ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞായറാഴ്ച ആയിരുന്നേ പോയത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മൊട്ടക്കുന്ന് അകത്തോട്ട് കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നേ. പിഷാൻ അവിടെ കിടന്ന് ഓടിയൊക്കെ കളിക്കുന്നുണ്ട്. പൈച്ചുമില്ല, അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രസമുണ്ടായിരുന്നു മൊട്ടക്കുന്ന് ഇരിക്കാനൊക്കെ. എന്നാൽ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് തങ്ങൾപ്പാറയിലോട്ടാണ്. അവിടെ നിന്ന് കുറേ വണ്ടിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു പ്രകൃതിയായിരുന്നു കേട്ടോ ഞാൻ പോയ സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. പോകുന്ന വഴി കുറേ മലകളൊക്കെ കണ്ടേ. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തി കേട്ടോ. തങ്ങൾപ്പാറയിലോട്ട് വന്നിട്ട് അവിടെ നിന്ന് നോക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മലയൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നേ. അങ്ങനെ കുറേ നേരം ആ മലയൊക്കെ കയറി കുറേ പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കയറും തോറും കാല് വരെ കൂടി വരായിരുന്നു. നല്ലപോലെ ഞാൻ വിഷമിച്ചു. കുറേ നേരം കയറിയിട്ട് ഇരുന്നു കുറേ നേരം. അപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു ഒരു കല്ലാട്ടോ. ചെറുതായിരുന്നു, വലുതായി ഇത്രയോ വൈനായി. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ വന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പിന്നെ നല്ല ചൂടാണെങ്കിലും നല്ല തണുത്ത കാറ്റായിരുന്നു. നല്ല വെയിലുണ്ടായിരുന്നു എങ്കിലും നല്ല തണുത്ത കാറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടായിരുന്നേ, ബിരിയാണി ആയിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് പൈൻ വാലിയിലോട്ടായിരുന്നേ. പൈൻ വാലി നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നതെങ്കിലും ഞാൻ പൈൻ വാലി പോയിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കയറിയപ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ ഓർത്തെങ്കിലും ഞാൻ വാങ്ങിയില്ല ഗൈസ്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തോരോ ആൾക്കാരായിരുന്നെന്നോ. പിന്നെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയിട്ടോ. അവിടെയാണ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയെങ്കിലും അങ്ങോട്ടൊന്നും കയറിയില്ല. ഫ്ലവർ ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്നേ. അങ്ങനെ കുറേ പേര് വരാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിതാ പാർക്കിൽ കയറി. അപ്പോൾ ഇഷാൻ അവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ്. അപ്പം അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു. ഞാനതിൽ കയറിയിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എന്തൊക്കെയോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ കൂടിയൊക്കെ ചാടിക്കിടക്കുകയാണ് ഗൈസ്. ഞാൻ മാത്രമല്ല കേട്ടോ, കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനും അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി അങ്ങോട്ട് നടന്നേ. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ ഫ്ലവേഴ്സൊക്കെ കാണാൻ വേണ്ടി. എന്ത് രസമായിരുന്നു. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് കാണാത്ത തരത്തിൽ ഒരുപാട് വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഞാനവിടെ കണ്ടത്. എനിക്ക് എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പറിച്ച് കൊണ്ടുവന്നപോലെ വന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി കേട്ടോ. അത്രക്കും ഭംഗിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു റോസാപ്പൂ കണ്ടോ, ബഡ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നേ. അവിടെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടേ, ഇരുട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു താമരയൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് അതിൻ്റെ മണ്ടൊക്കെ കയറി ഇന്ന് ഫോട്ടോയും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അവിടേക്ക് ഇങ്ങനെ അലഞ്ഞ് നടക്കായിരുന്നു. പിന്നെ രണ്ട് ആടുങ്ങൾ കണ്ടോ, പച്ച പിടിച്ച പോലെ പുല്ല് വെച്ചിട്ട് ആടി ഉണ്ടാക്കിയേക്കുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടെയും കുറേ മലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന്. ഇവിടെ നല്ല വെയിലാണ്, പക്ഷെ നല്ല തണുപ്പുണ്ട് ഗൈസ്. ആ തണുപ്പത്ത് പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറി പിന്നെ മണ്ടക്കോട്ട് പോവാട്ടോ. എന്തിനാ ഇച്ചിരിയും കൂടി തണുപ്പ് കൊള്ളണ്ടേ ഇതോർത്തിട്ടോ. അതിന് ഭയങ്കര തണുപ്പായിരുന്നു, നമുക്ക് സഹിക്കാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ മോളിൽ കയറും തോറും നല്ല ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ. കുറേ പേര് താഴത്തു നിന്ന് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു മോളിൽ പോയിട്ട് നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാന്ന്. അപ്പോൾ അവിടെ പച്ചയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടക്കൂടിയൊക്കെ നോക്കിയിട്ടോ. മോളിൽ നിന്ന് താഴത്തോട്ട് നോക്കാനും നല്ല രസമായിരുന്നു. പിന്നെ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ വാട്ടർ ഷോ കാണാൻ വേണ്ടി നിന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാവിലത്തേനേൽ നല്ല രാത്രി ആകുമ്പോഴാണ് അവിടെ ബ്യൂട്ടിഫുൾ എന്ന്.
ആ തണുപ്പത്ത് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് പോരാൻ കേട്ടോ. അപ്പോൾ അവിടേക്ക് ആണെങ്കിൽ പിന്നെ വണ്ടിയൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. ദോശയാട്ടോ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി ഗൈസ്. ഞാൻ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.